ദളിത് ആദിവാസി പിന്നാക്ക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഭാഗമായി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഒ പി രവീന്ദ്രൻ. ഇതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലെ സംവരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ധവളപത്രം സർക്കാർ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളൊരു കണക്കാണ് ധവളപത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അതിലൊരു ഒരു ഫൈൻഡിങ് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലിരിക്കുന്ന ഡോക്ടർ ബി അശോകിനെ പോലെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം ഒ പി രവീന്ദ്രൻ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരുകളുള്ള സമയത്ത് ദളിത് ആദിവാസി മേഖലയിലേക്കുള്ള വികസന ഫണ്ട് വലിയ തോതിൽ കുറഞ്ഞു പോയിരിക്കുന്നതാണ്. പല വികസന മേഖലകൾക്ക് വേണ്ടി ഒരു പണം പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ബജറ്റിൽ പൈസ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പൈസയൊന്നും കേരളത്തിലെ ദളിത് ആദിവാസി മേഖലയിലെ പദ്ധതികൾക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് അല്ല എന്നുള്ളതാണ് പുതിയ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ദളിത് വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ, ഇപ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലാണ്, രണ്ടാം ഘട്ടം മുതലാണ് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ സമരത്തിലേക്ക് വരേണ്ടി വന്നത്. 2017 മുതൽ തന്നെ അവരുടെ ഈ ഗ്രാൻറ്റ് വൈകുന്നതിൻ്റെ കണക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ദളിത് വിദ്യാർത്ഥികൾ, ആദിവാസി വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് വരേണ്ടി വന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഗ്രാൻറ്റുകൾ തടയപ്പെട്ടു എന്നുള്ളതാണ്. 3 വർഷത്തോളം ഗ്രാൻറ്റുകൾ തടയപ്പെടുകയും പല വിദ്യാർത്ഥികൾക്കും ഡ്രോപ്പ് ഔട്ട് ആവുകയും അവർക്ക് വിദ്യാലയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു. വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ സമ്മർദ്ദം വന്നതിന് ശേഷമാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും സർക്കാർ അതിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 5ഓളം സമരങ്ങൾ 5 ഘട്ടങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. 2024 ജനുവരി 1 വരെ 128 കോടി രൂപ അരിയർ ഉണ്ടെന്നാണ് അന്നത്തെ പട്ടികജാതി മിനിസ്റ്ററായിട്ടുള്ള കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കണക്ക്. അത് കഴിഞ്ഞു ഇപ്പം ഈ ധവളപത്രം ഇറക്കുമ്പോഴാണ് 377 കോടി രൂപ ഇപ്പോൾ അരിയറാണ്. ഈ കഴിഞ്ഞ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിയുടെ ഗ്രാൻഡ് ഇനത്തിൽ 377 കോടി രൂപ ലാപ്സ് ആണെന്നാണ് പറയുന്നത്. അത് കുടിശ്ശിക ഇപ്പോഴും കൊടുക്കാനുണ്ട്. എന്ന് വെച്ചാൽ ആ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അത് കൊടുത്ത് അവരുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, റിസൾട്ട് വിതൽഡ് ആയിരിക്കാം. ആ രീതിയിൽ വലിയ ദുരിതങ്ങളും പല വിദ്യാർത്ഥികളും പഠനത്തിന് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഡ്രോപ്പ് ഔട്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ടാണ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഉപേക്ഷിച്ച് പോയി. അവരുടെ കാലഘട്ടം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 100 കോടി രൂപയോളം ആണ് ബജറ്റിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ 100 കോടി രൂപ കഴിഞ്ഞ അവസാനത്തെ വർഷം 2024-25 സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ചില കണക്കുകൾ വരുന്നു. ഇപ്പം കിഫ്ബിയുടെ കണക്ക് തന്നെ വരുന്നു. മാത്രമല്ല ഈ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡ് ആണെങ്കിലും ഭവന പദ്ധതിയാണെങ്കിലും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ പണവും നൽകുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ കിഫ്ബി വന്നതോടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിഫ്ബിയിലുള്ളത് പ്ലാൻ ഫണ്ടായിട്ട് രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ്. കിഫ്ബി എത്ര രൂപ കളക്ട് ചെയ്താലും, കിഫ്ബി വഴി എത്ര എമൗണ്ട് സംസ്ഥാന ബജറ്റിനകത്തേക്ക് വന്നാൽ പോലും അതിൻ്റെ 10%, ഇപ്പം ഒരു സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഭരണഘടനയുടെ രീതി അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ചെലവഴിക്കുന്ന ഫണ്ടിൻ്റെ 10%, 8% പട്ടികജാതിക്കാർക്കും 2% പട്ടികവർഗക്കാർക്കും അടക്കം 10% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകണം. അതുകൊണ്ടാണ് SCP, STP ഫണ്ടുകൾ ഈ പറയുന്ന പ്ലാൻ ഫണ്ടിൽ 10% എപ്പോഴും വകയിരുത്തുന്നത്. കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ഈ പറയുന്ന 10%, അതിൻ്റെ 10% ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ പുതിയ ധവളപത്രത്തിനകത്ത് അവരുടെ ചുരുങ്ങിയ 1% താഴെ ആണ് അവർക്ക് ഈ കിഫ്ബി വഴി മാറ്റിവെച്ചതെന്നുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കിഫ്ബി ഇംപ്ലിമെൻറ്റ് ചെയ്തത് മുതൽ എത്ര കോടി രൂപ സർക്കാർ വികസന പദ്ധതിക്ക് ഉപയോഗിച്ചോ അതിൻ്റെ 10% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വരേണ്ടതാണ്. അപ്പോൾ ആ ഫണ്ടിൻ്റെ
1% പോലും ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ 1% ഉണ്ടെങ്കിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന 377 കോടി രൂപ കൊടുക്കാൻ കഴിയുമായിരുന്നു. അതെ അതെ. അപ്പം വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് തയ്യാറായില്ല എന്നുള്ളത്. അപ്പം കിഫ്ബി എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒഴിവാക്കാൻ, എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള വലിയൊരു പദ്ധതിയായി കേരളത്തിലെ നിയമമന്ത്രിമാർ ഈ ഫിനാൻസ് മന്ത്രി ഈ കാര്യം നടപ്പാക്കി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിലിപ്പോൾ ഇപ്പോൾ റിയൽ ടൈം ഇത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞു, ഇത്രയും കാലഘട്ടം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. ഈ കഴിയുമ്പോഴാണ് നമ്മൾ ഇത്രയും ലാപ്സായ കാര്യങ്ങൾ അറിയുന്നത്, കിഫ്ബിയിൽ ഇത്രയും ഫണ്ട് പോയിട്ടില്ല എന്നുള്ള മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു IAS ഉദ്യോഗസ്ഥൻ തന്നെ അത് പറഞ്ഞിരുന്നു. ഒരു സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ്. ഭരണരംഗത്തുള്ള ആളുകൾ പോലും ഇത് അറിയുന്നില്ല, അതേ ഒരു പിന്നോക്കക്കാരനാണ്. അപ്പോൾ കേരളത്തിലെ ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ബജറ്റ് നിന്നുള്ള പൈസയോ അല്ലെങ്കിൽ കിഫ്ബി പോലെയുള്ള സമാഹരിക്കുന്ന തുകയൊന്നും വരുന്നില്ല എന്നുള്ളത് ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇത് അറിയാതിരിക്കുന്നത്? ഇത്രയും ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണതലത്തിലേക്ക് ഉണ്ടല്ലോ, ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാർ ദളിതരുണ്ട്, ഒരുപാട് പിന്നാക്കക്കാരുണ്ട്, ഇവരൊക്കെ ഭരണരംഗത്തുള്ള ആളുകളാണ്. പിന്നാക്കക്കാരുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ സമൂഹത്തിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്? എന്നാൽ സവർണരുടെ കാര്യം അങ്ങനെയല്ല. സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതപ്പം അറിയാം. ഓരോ പോയിന്റിലും നമുക്കറിയാം ഇന്ന കാര്യം അത് നടപ്പിലാക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ളത്, അല്ലേ? പല ചോദ്യങ്ങളും നമ്മൾ നിയമസഭയിൽ നോക്കും. അതായത് ഒരിക്കലും നിയമസഭയിൽ വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്ര സർക്കാർ മാനദണ്ഡം, സംവരണത്തിന്റെ മാനദണ്ഡം ഇങ്ങനെ ആക്കിയിരിക്കുന്നു, 8 ലക്ഷം ആക്കിയിരുന്നു, ഇവിടെ ഇപ്പോൾ 4 ലക്ഷമാണ്, അത് എന്ത് കൂട്ടാത്തെന്ന് ചോദിച്ചിട്ട് നിയമസഭയിൽ ചോദ്യം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ആ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരും. അപ്പോൾ അത് പക്ഷേ നമ്മളുടെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിൽ ഈ സിവിൽ സൊസൈറ്റിയും അതുപോലെ തന്നെ ഇതിൽ കൺസേൺ അല്ല, അധികാരത്തിന്റെ ഭാഗത്തുള്ള ആളുകളും കൺസേൺ അല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പക്ഷെ അതിലെ വിഷ്ണുനാഥ് MLA ഇത് നിയമസഭയിൽ നേരത്തെ ഉന്നയിച്ച വിഷയമാണ്. അപ്പോൾ കഴിഞ്ഞ മിനിസ്ട്രിയിൽ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ 10% പ്ലാൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്ന സംവിധാനം ഇല്ല എന്നും ആ രീതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വലിയ ലീക്കേജ് വരും എന്നുള്ള കാര്യം ഇദ്ദേഹം നിയമസഭയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിയാത്തതല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊട്ട് മുമ്പ് തിരുവനന്തപുരം നമ്മളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ കണക്കുകളാണ്. അദ്ദേഹം നിയമസഭയിൽ 2 or 3 തവണ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ അതൊന്നും ഗൗരവത്തിലെടുക്കാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഇടതുപക്ഷയെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതി വിഭാഗങ്ങളുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പോളിസി ആയിരുന്നില്ല. അപ്പം പ്രത്യേകിച്ച് വിഷ്ണുനാഥിനെ പോലുള്ളൊരു MLA, കോൺഗ്രസ് MLA ചോദിച്ചാൽ അതിന് ആൻസറബിൾ ആകുക എന്നുള്ളതും അവരുടെ പ്രയോറിറ്റി ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഫിനാൻസ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, പക്ഷേ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികൾ കഴിഞ്ഞ 5 വർഷം സമരം ചെയ്തില്ലേ? ഈ കേരളത്തിലെ മീഡിയ മുഴുവൻ അത് ഏറ്റെടുത്തു. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇപ്പോൾ 377 കോടി രൂപ ലാബ്സ് ആണെന്നുള്ള അതിൻ്റെ ഏറ്റവും അവസാനം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പേ കേളുവിനെ കൊണ്ടൊരു പ്രസ്താവന ഇറക്കിച്ചു. എല്ലാം കൊടുത്തു തീർത്തു, ഈ ഗ്രാൻഡ് കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു എന്നുള്ളൊരൊറ്റ പ്രഖ്യാപനം, ഒരു മറുപടി എല്ലാ പത്രങ്ങൾക്കും എഴുതി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോഴാണ് നമുക്കറിയുന്നത് 377, അന്ന് 128 കോടിയായിരുന്നെങ്കിൽ 377 ആ കുടിശ്ശിക വർദ്ധിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ സർക്കാരുകൾ ഒരു രാവണൻകോട്ട പോലെയായില്ലേ? അതായത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ഒരു ഡാറ്റ വരുന്നില്ല, ഒരു രേഖകൾ വരുന്നില്ല. ഇനി ഡാറ്റ വരാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനായിട്ട് ഒരു വിഭാഗങ്ങളുമില്ല. വിദ്യാർത്ഥികൾ കുറേ ആളുകൾ ഏറ്റെടുക്കുന്നല്ലാതെ ധാരാളം പിന്നാക്ക ദളിത് സംഘടനകളുണ്ട്. ഈ സംഘടനകളും ഈ മേഖലയിൽ സമരങ്ങളോ ഇപ്പോൾ ഇനിയും അതായത് ഇപ്പോൾ 377 കോടി ലാബ്സ് കുടിശ്ശികയാണ് ഇപ്പോൾ മനസ്സിലായി. കിഫ്ബിയിൽ പൈസ വരുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോഴും കേരളത്തിലൊരു ഇനിയും അത് ആ രീതിയിൽ തന്നെയാൻ പോകാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചോദ്യം ചെയ്യാൻ ആളുകളൊന്നുമില്ല. ഇതിപ്പോൾ CPM-നെ കുറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭ ഇത് കാര്യം ഉന്നയിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ സംഘടനകളും അതുപോലെ തന്നെ
ദളിത് പിന്നാക്ക ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ജനാധിപത്യവാദികളും ഇതിനെതിരെ സമരത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും. മാത്രമാണ് ഇതിനൊരു അതെ. പരിഹാരമാവുള്ളൂ എന്ന് അതെ, എനിക്ക് അതെ, തോന്നുന്നു. അതെ. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെ മാത്രമല്ല ഇപ്പം 1,00,000 ചില്ലാണ് 1,19,000 പിൻവാതിൽ നിയമനങ്ങളാണ് ആ കാലത്ത് നടന്നത് 10 വർഷത്തിനിടയിൽ. ഉം. അപ്പം ഈ 1,19,000 ദളിതർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒരു 2% പോലും കാണില്ല. മുഴുവൻ പാർട്ടി അണികളോ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ മാത്രം. അതിൽ PKSന്റെ ആൾക്കാർക്ക് പോലും കിട്ടിയിട്ടുണ്ടാവാൻ മതിയായ സാധ്യത. പ്രാതിനിധ്യം കിട്ടിക്കാണില്ല. അപ്പം ഉറപ്പാണ്. അപ്പോൾ കിഫ്ബി പോലുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. അതുപോലെ പിന്നെ ഇവിടെ പിന്നെ പിന്നോക്ക നിയമനം കൊണ്ടുവരുന്നു. ഈ പറയുന്ന അതുപോലെ പല കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പിന്നെ പുറത്തുനിന്ന് പല പ്രൈവറ്റ് കമ്പനികളാണല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും സംവരണമോ ഇത്തരം കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പം ആ രീതിയിൽ ഒരു മൊത്തം പറഞ്ഞ സാമൂഹ്യ നീതിയായിട്ട് ലിങ്ക് ചെയ്യാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷവും കേരളത്തിൽ നടപ്പാക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു പരിഹാരം എന്താണ് ഈ ഒരു പ്രശ്നം? തീർച്ചയായിട്ടും ഒന്ന് ഈ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടല്ലോ. സാമൂഹ്യ നീതി നടപ്പാക്കാൻ വേണ്ടതുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് മിനിസ്ട്രി പ്രധാനപ്പെട്ട ഇപ്പം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നല്ലൊരു ശതമാനം നേരെ തിരിച്ചു കുത്തിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ പറയുന്ന ദളിത് വിരുദ്ധമായ ആദിവാസി വിരുദ്ധമായ നയങ്ങൾക്കെതിരെയാണ് അവർ വോട്ട് ചെയ്തത്. അപ്പോൾ ആ വോട്ട് UDFന് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF ഗവൺമെൻറ് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പിന്നെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള പിന്നെ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് നടപ്പാക്കാൻ ഒരു ബാധ്യസ്ഥയാണ്.